ഞാൻ ഇപ്പോൾ എഞ്ചിനീയറിംഗ് സംബന്ധമായ കോഴ്സുകൾ അതിൻ്റെ ആ പഠന കാലയളവിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. കാറ്റ് കാം കാറ്റ് എന്നൊക്കെ പറഞ്ഞത് എഞ്ചിനീയറിംഗ് ആ വിഷയങ്ങളോട് ചേർന്നുള്ള സബ്ജക്റ്റാണ്. പിന്നെ എൻ്റേതായ ഒരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് പ്രകാരം ഞാൻ ഈ ക്യാൻവ പെയിൻറ്റ് അങ്ങനത്തേലൊക്കെ ഞാൻ ഓരോ ഡിസൈൻസൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു പോസ്റ്റർ കാര്യങ്ങളൊക്കെ ന്യൂ ഇയർ അങ്ങനത്തെയൊക്കെ വരുമ്പോൾ, ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ കാർഡ് ഓരോ ഡിസൈൻ ചെയ്യുമ്പോൾ, ബർത്ത്ഡേ വരുമ്പോൾ ഓരോരുത്തർക്ക് അത് ഡിസൈൻ ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഓൾ ഇന്ത്യ ലെവൽ കോമ്പറ്റീഷനിൽ ഞാൻ പങ്കെടുത്തത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇതിനൊരു ഗിഫ്റ്റോ ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ലോജിസ്റ്റിക്സ് ഫീൽഡിൽ ഓപ്പറേഷൻസ് മാനേജറായിട്ടാണ്. ഡിസൈൻ മേഖലയിലെല്ലാം വർക്ക് ചെയ്യുന്നത്. പിന്നെ ആകെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാൻ, ഞാൻ 8th സ്റ്റാൻഡേർഡ് വരെ ചാലക്കുടി കാറമ്മൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചിരുന്നത്. അപ്പോൾ 8th സ്റ്റാൻഡേർഡ് വരെ ഡ്രോയിങ് ക്ലാസ്സിന് അവിടെ പോയിരുന്നു റെഗുലറായിട്ട്. അതിനുശേഷം അങ്ങനെ പോക്കോ കാര്യങ്ങളും ഇല്ല. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബ് ഓരോ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ ഓരോ ഡിസൈൻസ് ചെറിയ ചെയ്ത് കൊടുക്കുന്നല്ലാണ്ട് അതിലത്ര എക്സ്പെർട്ടോ കാര്യങ്ങളോ അല്ല. പക്ഷേ ഈ ഒരു വളരെ ആവശ്യമായൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. അപ്പോൾ ഇവർ വിളിച്ചപ്പോഴും ഒരു ഗിഫ്റ്റ് എന്നൊരു സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷനാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഫസ്റ്റ് എത്തുമെന്ന് അങ്ങനെ ഒരു ഇതുണ്ടായില്ല. എന്തായാലും വളരെയധികം സന്തോഷം. ഒരു വേവിങ് ഹാൻഡ്, അത് സ്മൈലിംഗ് ഫേസ് വേണമെന്നാണ് ഈ ഒരു മെയിൻ പോയിൻറ്റ്സാണ് എൻ്റെ ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തത്. പിന്നെ അവർ പറഞ്ഞത് കുറേ ഡിസൈൻസുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വളരെ സിമ്പിൾ ഡിസൈൻ ആയിരിക്കണം, പിന്നെ വളരെ ക്രോധ അങ്ങനെ അങ്ങനത്തെ ഒരു ഒഫെൻസീവ് ഇമേജസ് പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചെറിയ ഒരു ഏജ് തുടങ്ങി വളരെ പ്രായമായിട്ടുള്ളവർ ഉപയോഗിക്കുന്നതാണ് ഈ ആധാർ കാർഡ് ഇന്ത്യയിലെല്ലാവരും. അപ്പോൾ അതും അതായത് അവർക്കും ഇഷ്ടപ്പെടണം. നോർമലി ആധാർ എന്ന് പറയുമ്പോൾ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഇത് മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇഷ്ടപ്പെടണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി. പിന്നെ ലാസ്റ്റ് മൊമെൻ്റാണ്, അപ്പോൾ എൻ്റെ ടൈമും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കോംപ്ലിക്കേറ്റഡ് ഡിസൈനോ കാര്യങ്ങളോ എൻ്റെ മൈൻഡിലേക്ക് പോയില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമിൽ എന്ത് മനസ്സിൽ തോന്നിയത് ജസ്റ്റ് ഒരു വേവിങ് ഒരു ഹാൻഡ് ഞാൻ ഉണ്ടാക്കിയ ഇമേജ് അങ്ങനെയായിരുന്നു. ഒരു മനുഷ്യൻ ഇങ്ങനെ ഹാൻഡ് വേവ് ചെയ്യുന്നു, സ്മൈലിംഗ് ഫേസാണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് വളരെ സിമ്പിളായിട്ട്, ടൈമും ഉണ്ടായിരുന്നില്ല, ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ തരുന്നത്. പിന്നെ നൈറ്റ് 12 മണിക്ക് ആ സൈറ്റ് ക്ലോസ് ആവും എന്നുള്ളൊരു മെൻറ്റാലിറ്റി. അപ്പോൾ പെട്ടെന്ന് ചെയ്യണം, പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരിത്. പിന്നെ അങ്ങനെ ഒരു ഇതിലാണ് പെട്ടെന്ന് ചെയ്ത് അത് അപ്ലോഡ്. വളരെ സിമ്പിളായിട്ടൊരു ഇമേജ് ആയിരുന്നു. പക്ഷേ ഒരു ഫസ്റ്റ് എത്തിയപ്പോൾ വളരെയധികം സന്തോഷം. പിന്നെ അതിലൊരു ദേശീയമായ ഒരു ഇതും വേണമെന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതൊരു ഷോൾ പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ പെട്ടെന്നാണ് അതൊരു ഡിസൈനായിട്ട് ചെയ്യാമെന്ന് തോന്നിയത്. പിന്നെ അതിൽ ആധാറിൻ്റെ ഒരു എംബ്ലം എന്നുള്ള നിലയിൽ അയാളുടെ ഒരു ടീഷർട്ടാണ് ഇതാക്കി ഡിസൈൻ ചെയ്തത്. അത് ടീഷർട്ട് സെൻറ്ററിൽ ആധാറിൻ്റെ ഒരു റൈറ്റിങ്സ്, വേർഡിലെ റൈറ്റിങ്സും പിന്നെ ചെറുതായിട്ടൊരു എംബ്ലത്തിൻ്റെ ഒരു ഇതും വെച്ചു. പിന്നെ ജസ്റ്റ് ആളുടെ സ്മൈലിംഗ് ഫേസ് ആണ് നമ്മളെ നോക്കി ഹായ് എന്നുള്ളൊരു ഇത് കാണിക്കുന്നത്. അത് ഇത്രയും മിനിമലിസ്റ്റായിട്ടാണ് ഞാൻ വളരെ ലൈറ്റായിട്ടൊരു ഇമേജാണ് ഡിസൈൻ ചെയ്തത്. എന്നിട്ട് അതിൽ ഫസ്റ്റ് കിട്ടാന്ന് പറഞ്ഞപ്പോൾ വളരെ സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട്. അതൊരിക്കലും ഞാനൊരു ഗിഫ്റ്റായിട്ടോ കാര്യങ്ങളോ പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് തന്നെ റിജക്ഷൻ അടിച്ച് പോകുന്നൊരു ആയിരുന്നു എൻ്റെ മൈൻഡിൽ ചിന്ത. പക്ഷേ ഫസ്റ്റ് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം. ഇവർ വിളിച്ചപ്പോഴും എൻ്റെ മൈൻഡിൽ സത്യം പറഞ്ഞൊരു പ്രൈസോ അങ്ങനത്തെ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല.